വാർത്തകളിലേക്ക്. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ എം മണിമൊഴിയെ തെരഞ്ഞെടുത്തു. ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തി. 11 അംഗങ്ങളുടെ പിന്തുണ കോൺഗ്രസിനും 8 അംഗങ്ങളുടെ പിന്തുണ LDFിനും ലഭിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാർ പഞ്ചായത്തിൽ 5ാമത്തെ പ്രസിഡന്റിനെയാണ് ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. തുടർച്ചയായി രാഷ്ട്രീയ സംഭവ വികാസങ്ങളും മാറ്റങ്ങളും നടക്കുന്ന പഞ്ചായത്താണ് മൂന്നാർ പഞ്ചായത്ത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാർ പഞ്ചായത്തിൽ 5ാമത്തെ പ്രസിഡന്റ് ഇന്ന് ചുമതലയേറ്റു. ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ എം മണിമൊഴിയെ തിരഞ്ഞെടുത്തു. പഞ്ചായത്തിലെ ചൊക്കനാട് ഉൾപ്പെടുന്ന 12ാം വാർഡിൽ നിന്നുള്ള അംഗമാണ് മണിമൊഴി. പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമം നടത്തുമെന്ന് ചുമതലയേറ്റ ശേഷം മണിമൊഴി പറഞ്ഞു. മൂന്നാർ പഞ്ചായത്ത് ഇപ്പോൾ നേരിടக்கூடிய വേസ്റ്റ് മാനേജ്മെന്റ് ഇനി கிட்டத்தட்ட 5 மாசம் தான் இருக்கு. இந்த 5 மாசத்துக்குள்ள பஞ்சாயத்து எங்க பரணசமிதியால் நான் வந்த பிறகு நடக்கக்கூடிய பரணசமிதியால என்ன செய்ய முடியும், பദ്ധதியா இருக்கட்டும் வேஸ்ட் மேனேஜ்மெண்டா இருக்கட்டும், அதை நல்ல முறையை செயல்பட இந்த 5 மாசத்துல செயல்படுத்தி பஞ்சாயத்தை நல்ல രീതിക്ക് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട്. ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 11 അംഗങ്ങളുടെ പിന്തുണ കോൺഗ്രസിനും 8 അംഗങ്ങളുടെ പിന്തുണ LDFിനും ലഭിച്ചു. 7ാം വാർഡിൽ നിന്നുള്ള ജ്യോതി സതീഷ് കുമാർ ആയിരുന്നു LDFിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. തിരഞ്ഞെടുപ്പിൽ താലൂക്ക് സ്ഥിതിവിവര കണക്ക് ഓഫീസർ KK ഷിജിൻ മുഖ്യ വരണാധികാരിയായി. മുമ്പ് പ്രസിഡന്റായിരുന്ന ദീപ രാജ്കുമാർ മറ്റൊരംഗത്തിന് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നതിന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ 28-ന് രാജിവെച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് പഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. 21 അംഗങ്ങളിൽ കൂറുമാറിയ 2 അംഗങ്ങളെ അയോഗ്യരാക്കിയതോടെ നിലവിൽ പഞ്ചായത്തിൽ 19 അംഗങ്ങളാണുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.